നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും അകാല നര കണ്ടുവരുന്നുണ്ട്. മുടി കൊഴിച്ചിലും താരനും എല്ലാം ഇന്ന് സർവ്വസാധാരണമാണ്. എന്നാൽ ഈ അകാല നര കണ്ടുവരുമ്പോൾ തന്നെ നമ്മളെല്ലാവരും കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ടാണ് പെട്ടെന്ന് മുടി കറുപ്പിക്കാനുള്ള ഒരു മാർഗ്ഗം കണ്ടെത്തുന്നത്. എന്നാൽ ഈ കെമിക്കൽ ഡൈ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിനെ വളരെ ഹാനികരമായിട്ട് ബാധിക്കുകയും മാത്രമല്ല നമ്മുടെ നരയ്ക്കാത്ത മുടി പോലും പെട്ടെന്ന് നരയ്ക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ഹെന്ന, ഇൻഡിഗോ എന്നിങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുള്ള ഹെയർ ഡൈകളൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് മുടിക്ക് നല്ല ആരോഗ്യവും ഉണ്ടാവും. അതുപോലെ അകാല നര കുറയ്ക്കാനും നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനും സാധിക്കും. അങ്ങനെ ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് തേയിലപ്പൊടിയാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി നമുക്കെടുക്കാം. എല്ലാവർക്കും തന്നെ അറിയുന്നൊരു കാര്യമാണ്, തേയിലപ്പൊടി മുടിയുടെ കളറിന് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒന്നാണ്. സ്ഥിരമായിട്ട് തേയില വെള്ളം ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്യുകയാണെങ്കിൽ മുടിയുടെ ഉള്ള കളറൊക്കെ നിലനിർത്താനായിട്ട് സഹായിക്കും. ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ട് നമുക്ക് ഈ തേയിലപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തേയിലപ്പൊടി നമുക്ക് നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കണം. അതിനായിട്ടാണ് നമ്മളിത് നല്ലപോലെ തന്നെ ചൂടാക്കിയെടുക്കുന്നത്. തേയിലപ്പൊടിയുടെ കൂടെ നമുക്ക് ഒരു 10-20 ഗ്രാമ്പുവും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു മുടി വളർച്ചയ്ക്കും തലയോട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് മെച്ചപ്പെടുത്താനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മുടിക്ക് കളർ കൊടുക്കാനും ഗ്രാമ്പു വളരെയധികം സഹായിക്കും. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായി തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല പോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ പുകയൊക്കെ വരുന്ന കാണാം. അപ്പോൾ തന്നെ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ തേയിലപ്പൊടിയും ഗ്രാമ്പും ഒക്കെ നന്നായി തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ചീനച്ചട്ടിയിൽ നിന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇതിൽ തന്നെ ഇരുന്നാലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇനി നമുക്ക് ഈ പൊടിയൊന്ന് നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലൊട്ടും തന്നെ വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല. പൊടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കാപ്പിപ്പൊടിയാണ്. വളരെ നൈസായിട്ട് പൊടിച്ച കാപ്പിപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ വറുത്തെടുത്ത കാപ്പിക്കുരു ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി. ഇനി നല്ല നൈസ് പൗഡറായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല. പൊടിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും എളുപ്പം. ഇനി തരിയോടുകൂടിയാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ നല്ലപോലെ തന്നെ അരിച്ചെടുത്താൽ മതി. ഇനി ഈ പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് കാലമൊക്കെ എടുത്ത് വയ്ക്കാവുന്നതുമാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഈ ഒരു പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെയാണ് ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിനുള്ള കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇതിൽ മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഡൈക്ക് നല്ലൊരു കളർ കിട്ടാനും മാത്രമല്ല ഇരുമ്പിൻ്റെ അംശമൊക്കെ ഹെയർ ഡൈയിലേക്ക് ഇറങ്ങി കിട്ടാനും ഒക്കെ അത് വളരെയധികം സഹായിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് രാജസ്ഥാനി ഹെന്ന പൗഡറാണ്. രാജസ്ഥാനി ഹെന്ന പൗഡർ തന്നെ യൂസ് ചെയ്യണം. രാജസ്ഥാനി ഹെന്ന ഉപയോഗിക്കുന്നത് മുടിക്ക് കളറ് കുറച്ചധിക കാലം നിലനിൽക്കാനും അതുപോലെ നല്ല ഡാർക്കായിട്ടുള്ള കളർ ലഭിക്കാനും വേണ്ടിയിട്ടാണ്. ഈ ഹെന്ന പൗഡർ 2 ടേബിൾ സ്പൂണ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരുന്ന പൗഡർ 1 ടേബിൾ സ്പൂണ് ഈ ഒരു ഹെന്നയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഒട്ടും തന്നെ മിസ് ചെയ്യരുത്. കാഥ പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ ഈ കാഥ പൗഡർ മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും മുടിയുടെ വളർച്ച നന്നായിട്ട് കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു പൗഡറാണ്. ഒരുപാട് മെഡിസിനൽ യൂസ് ഉള്ള ഒരു പൗഡറാണിത്. ഇത് അങ്ങാടി മരുന്ന് കടകളിലും അതുപോലെ ഓൺലൈൻ സ്റ്റോറുകളിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിയാൽ മതി. കാഥ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. കാഥ പൗഡർ ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മുടിക്ക് നല്ല വോളിയം നൽകാനും അതുപോലെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഈ ഒരു കാഥ പൗഡർ നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ നൽകാനും ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനും ഹെൽത്തി ഹെയറിനെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. കാഥ പൗഡർ മുടിക്ക് മാത്രമല്ല കേട്ടോ, സ്കിന്നിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. സ്കിന്നിനെ ടൈറ്റൻ ആക്കി വെക്കാനായിട്ടൊക്കെ കാഥ പൗഡർ സഹായിക്കുന്നുണ്ട്. ഈ പൗഡറുകളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് തണുപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് തൈര് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി തൈരോട് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്.
സാധാരണ വെള്ളം ഒഴിച്ചല്ല മിക്സ് ചെയ്യേണ്ടത്, ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. ചെറു ചൂടുവെള്ളം ആവശ്യത്തിനൊഴിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അങ്ങനെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഈ ഒരു ചീനിച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തുകൂടെ കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ കറുപ്പ് കളർ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇനി ഒരു 8 മണിക്കൂർ നേരത്തേന് നമുക്ക് ഈ ഹെയർ ഡൈ ഒന്ന് അടച്ചു വെക്കാം. ഈ 8 മണിക്കൂർ സമയം നമ്മുടെ ഹെയർ ഡൈയിലെ കളറുകളെല്ലാം അതിൻ്റെ സ്റ്റെയിൻ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്ന പൗഡറുകളെല്ലാം അതിൻ്റെ സ്റ്റെയിൻ റിലീസ് ചെയ്യുന്ന ആ ഒരു സമയമാണ്. രാവിലെ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹെയർ ഡൈ നല്ലപോലെ കറുപ്പ് കളറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ലൂസാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയതാണ് നെല്ലിക്കയുടെ പൊടി, ഭൃംഗരാജ്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതും മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്, പ്രത്യേകിച്ചും നെല്ലിക്കാപ്പൊടി. ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഒട്ടും തന്നെ എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. എണ്ണ ഉണ്ടെങ്കിൽ മുടിയിലേക്ക് ഈ ഹെയർ ഡൈയുടെ കളറുകളൊന്നും പിടിക്കുകയില്ല. മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും പറയുന്നതാണ്, പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മുടെ മുടിയിലേക്ക് ഏതൊരു രീതിയിലുള്ള ഹെയർ ഡൈ ആണെങ്കിലും ഫേസ് പാക്കോ എന്താണെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. ഈ ഡൈ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്യാനായിട്ട് നമുക്കൊരു നാച്ചുറൽ ഷാമ്പു തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റീട്ട, അല്ലെങ്കിൽ നമ്മൾ സോപ്പും കായ എന്നൊക്കെ പറയും, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-12 കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഷിക്കാക്കായാണ്. ഇതെല്ലാം നമുക്ക് അങ്ങാടിക്കടകളിലോ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു 6-7 പീസ് ഷിക്കാക്കായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിചയമുള്ള ഉണക്ക നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഉണക്ക നെല്ലിക്കയെ 5-6 പീസ് എടുക്കാം. നമുക്ക് അത്യാവശ്യത്തിന് ഒരാഴ്ചയൊക്കെ തേക്കാനുള്ള ഷാമ്പു ആണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉലുവയാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ്സ് ആണ്. അതും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു ഓവർ നൈറ്റ് ഫുള്ള് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് നല്ല വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 8 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 24 മണിക്കൂർ നേരം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമ്മൾ മറ്റൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളപ്പിച്ചിങ്ങനെ വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് തിളപ്പിച്ച് വേഗം തന്നെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. ഈ തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഇതിൽ ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ആര്യവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. തലയിൽ പേൻ ശല്യം, താരൻ ശല്യം ഒക്കെ ഉള്ളവർക്ക് ഈ ആര്യവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഈ സോപ്പും കായുടെ ഉള്ളിലൊരു കുരുണ്ട്. ഈ കുരു നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ നമ്മൾ ഫുള്ളായിട്ടുള്ള നെല്ലിക്കയാണ് ഇടുന്നതെങ്കിൽ നെല്ലിക്കയുടെ ഉള്ളിലുള്ള കുരുവും ഇതുപോലെ മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടിയുകൊണ്ട് ഇതിലുള്ള കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ എസൻസ് മുഴുവനായിട്ടൊന്ന് എടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കാം. ഇപ്പോൾ ഇതാ നല്ലപോലെ ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മളിതിൽ റിട്ട ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സോപ്പും കായ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതാണ് ഈ പതയുന്നത്. അതുകൊണ്ട് നമ്മുടെ മുടിയിലുള്ള എല്ലാ അഴുക്കുകൾ പോകാനും മുടി ഒന്നുകൂടെ നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാനും ഈ ഒരു ഷാമ്പു വളരെയധികം സഹായിക്കും. അതുപോലെ നമ്മൾ ഹെയർ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കളർ ഇളകി പോകാതിരിക്കാനായിട്ട് ഇതുപോലെയുള്ള ഷാമ്പു യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് ഇത് പ്രസ് ചെയ്ത് ഇതിൻ്റെ എസൻസ് മുഴുവനായിട്ടൊന്ന് എടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ വെറുതെ കയ്യിലൊന്നെടുത്ത് ഇങ്ങനെ ഒന്ന് തിരുമുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം പത ഇതിൽ വരുന്നുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് ഇതിനൊരു പ്രത്യേക സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷാമ്പു ബേസ് വാങ്ങിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി.
ഇനി ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് ഇതൊന്നാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ബാലൻസ് ഉള്ളത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഏതെങ്കിലും കുപ്പികളുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ വാഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാനും പറ്റും. നന്നായിട്ട് തന്നെ നമ്മുടെ മുടിയിലെ അഴുക്കൊക്കെ പോവുകയും മുടിക്ക് നല്ലൊരു എന്താ പറയുക, ഒരു ഷൈനിങ്ങും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടാനും സഹായിക്കുന്ന ഒരു ഷാമ്പു ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.